താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. 2. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. 3. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ. 4. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ സി 3. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ എന്ന പ്രസ്താവനയാണ് ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്തത്. രണ്ടാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ. മൂന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ്? 1. കർഷകരുടെ ദുരിതങ്ങൾ. 2. കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം. 3. രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ. 4. ശിപായിമാരുടെ ദുരിതങ്ങൾ. ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ്. നാലാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ ബി അരുണ അസഫ് അലി. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? ഓപ്ഷൻ സി സൂര്യ സെൻ. ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. 2. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. 3. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. 4. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന്റെ കാരണം. ഓപ്ഷൻ ഡി 1, 2, 3, 4 ഈ 4 പ്രസ്താവനകളും മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. ഏഴാമത്തെ ചോദ്യം, കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. 1. കുണ്ടറ വിളംബരം. 2. നിവർത്തന പ്രക്ഷോഭം. 3. മലയാളി മെമ്മോറിയൽ. 4. ഗുരുവായൂർ സത്യാഗ്രഹം. ഓപ്ഷൻ സി 1, 3, 4, 2. അതായത് കുണ്ടറ വിളംബരം, മലയാളി മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം ഇങ്ങനെയാണ് ഓർഡർ വരുന്നത്. എട്ടാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. നവോത്ഥാന നായകർ: അയ്യങ്കാളി, പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ, വാഗ്ഭടാനന്ദൻ, വൈകുണ്ഠസ്വാമികൾ. സംഘടനകൾ: സമത്വ സമാജം, സാധുജന പരിപാലന സംഘം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, ആത്മവിദ്യാ സംഘം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അയ്യങ്കാളി, സാധുജന പരിപാലന സംഘം, പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാ സംഘം, വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? ഓപ്ഷൻ ബി വേദാധികാര നിരൂപണം. പത്താമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? 1. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം. 2.
ടി.കെ. മാധവൻ നേതൃത്വം നൽകി. 3. എ.കെ. ഗോപാലൻ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു. 4. മന്നത്തു പത്മനാഭൻ സവർണ ജാഥ നയിച്ചു. ഓപ്ഷൻ ബി 1, 2, 4. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം ടി.കെ. മാധവൻ നേതൃത്വം നൽകി. മന്നത്തു പത്മനാഭൻ സവർണ ജാഥ നയിച്ചു. 11ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷമേതാണ്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷമേതാണ്? ഓപ്ഷൻ സി 1950 ജനുവരി 26. 12ാമത്തെ ചോദ്യം. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ബി 86-ാം ഭേദഗതി 2002. 13ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി ഭാഗം 4A. 14ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ സ്വത്തവകാശം. 15ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? ഓപ്ഷൻ എ ബ്രിട്ടൻ. 16ാമത്തെ ചോദ്യം. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ ഡി ജസ്റ്റിസ് D.Y. ചന്ദ്രചൂഡ്. 17ാമത്തെ ചോദ്യം. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓപ്ഷൻ ബി ഓം ബിർള. 18ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെക്കുറിച്ച് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളേവ? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെക്കുറിച്ച് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളേവ? എ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി. ബി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം. സി. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഡി. 1952 അസമിൽ ഗവർണറായി ചുമതലയേറ്റു. ഓപ്ഷൻ ബി എയും സിയും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി. സി. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഈ 2 പ്രസ്താവനകളാണ് VP മേനോനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. 19ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർച്ചുഗലിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർച്ചുഗലിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏത്? ഓപ്ഷൻ എ ഗോവ. 20ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പി ആരാണ്?
ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പി ആരാണ്? ഓപ്ഷൻ ബി വിക്രം സാരാഭായ്. 21ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത്? ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത്? ഓപ്ഷൻ സി റഷ്യ. 22ാമത്തെ ചോദ്യം. 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത്. 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത്. ഡി സുസ്ഥിര വികസനം. 23ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ കേരള സർക്കാരിൻ്റെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറായ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏവ? താഴെ പറയുന്നവയിൽ കേരള സർക്കാരിൻ്റെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറായ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏവ? എ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, ബി കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, സി കെട്ടിട നികുതി അടയ്ക്കൽ, ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടയ്ക്കൽ. 24ാമത്തെ ചോദ്യം. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി. ഓപ്ഷൻ ബി സേഫ് കേരള. 25ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം? ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം? 1 കാവേരി കൃഷ്ണ, 2 നർമ്മദ താപ്തി, 3 ഗോദാവരി മഹാനദി, 4 മഹാനദി കൃഷ്ണ. ഓപ്ഷൻ ബി 2 മാത്രം, നർമ്മദ താപ്തി. 26ാമത്തെ ചോദ്യം. ചാന്ദ്രയാൻ 1ൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചാന്ദ്രയാൻ 3ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ. ചാന്ദ്രയാൻ 1ൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചാന്ദ്രയാൻ 3ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ. ഓപ്ഷൻ എ ഡോക്ടർ പി വീരമുത്തുവേൽ. 27ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം. കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം. ഓപ്ഷൻ സി നീർവാർച്ചയുള്ള മണ്ണ്. 28ാമത്തെ ചോദ്യം. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവ അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. സി 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക്, 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക്. 30ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 31ാമത്തെ ചോദ്യം. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി. ഡി ഫെർട്ടിഗേഷൻ. 32ാമത്തെ ചോദ്യം. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്. എ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. 33ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്?
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത്. ഇതിൽ ശരിയില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ബി, കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ എന്നതാണ്. 34-ാമത്തെ ചോദ്യം, 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി. ബി, ജീവിതം ഒരു പെൻഡുലം. 35-ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? എ, ചെറുധാന്യ വർഷം. 36-ാമത്തെ ചോദ്യം, പെരിയാറിൻ്റെ പോഷക നദികൾ ഏതെല്ലാം? പെരിയാറിൻ്റെ പോഷക നദികൾ ഏതെല്ലാം? 1 മുതിരമ്പുഴ, 2 പെരിഞ്ചാംകുട്ടിയാർ, 3 തൊടുപുഴയാർ, 4 കട്ടപ്പനയാർ. സി, 1, 2, 4. മുതിരമ്പുഴ, പെരിഞ്ചാംകുട്ടിയാർ, കട്ടപ്പനയാർ എന്നിവയാണ് പെരിയാറിൻ്റെ പോഷക നദികൾ. ചേരുംപടി ചേർക്കുക. 37-ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. പട്ടിക 1 വന്യജീവി സങ്കേതം: നെയ്യാർ, ചെന്തുരുണി, കരിമ്പുഴ, കൊട്ടിയൂർ. പട്ടിക 2 ജില്ല: തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം, കണ്ണൂർ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. നെയ്യാർ, തിരുവനന്തപുരം, ചെന്തുരുണി, കൊല്ലം, കരിമ്പുഴ, മലപ്പുറം, കൊട്ടിയൂർ, കണ്ണൂർ. 38-ാമത്തെ ചോദ്യം, 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? സി, mRNA വാക്സിൻ വികസിപ്പിച്ചതിന്. 39-ാമത്തെ ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. 2, വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം. 3, 1978 നിലവിൽ വന്നു. 4, തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓപ്ഷൻ ഡി, 4 മാത്രം. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നതാണ് തെറ്റായ പ്രസ്താവന. 40-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത്? കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത്? ഓപ്ഷൻ എ, പോത്തുകൽ. 41-ാമത്തെ ചോദ്യം, തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ. ബി, വേമ്പനാട്ട് കായൽ. 42-ാമത്തെ ചോദ്യം, മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ കൊടുത്തവയിൽ നിന്നും കണ്ടെത്തുക. 1, പള്ളിവാസൽ ചെങ്കുളം. 2, പെരിങ്ങൽകൂത്ത് പന്നിയാർ. 3, ശബരിഗിരി ഷോളയാർ. 4, കല്ലട മണിയാർ. എ, 1 മാത്രം, പള്ളിവാസൽ ചെങ്കുളം. 43-ാമത്തെ ചോദ്യം, കേരളത്തിലെ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. 1, ഉപ്പുരസമുള്ള എക്കൽ മണ്ണ്.
2 സഹ്യപർവ്വതനിരയുടെ ഭാഗം. 3 റബ്ബർ ധാരാളമായി കൃഷി ചെയ്യുന്ന സ്ഥലം. 4 സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശം. സി 1 മാത്രം. ഉപ്പുരസമുള്ള എക്കൽ മണ്ണ്. 44-ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം. സി തമിഴ്നാട്. 45-ാമത്തെ ചോദ്യം. താഴെ എഴുതിയവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ എഴുതിയവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ബി സുന്ദർബൻ ഡെൽറ്റ. 46-ാമത്തെ ചോദ്യം. ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഡി കാലാവസ്ഥാ വ്യതിയാനം. 47-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം. എ 11. 48-ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു? കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു? ഡി തിരൂർ ബേപ്പൂർ. 49-ാമത്തെ ചോദ്യം. ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സി പാൽ. 50-ാമത്തെ ചോദ്യം. UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്ത്? UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്ത്? ബി കോമൺവെൽത്ത് രാജ്യങ്ങൾ. 51-ാമത്തെ ചോദ്യം. ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് ഏത്? ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് ഏത്? ഡി നൈട്രജൻ. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥേൻ എന്നിവ ഹരിതഗൃഹവാതകങ്ങളാണ്. 52-ാമത്തെ ചോദ്യം. INA-യുമായി ബന്ധപ്പെട്ട നേതാക്കൾ ഏതെല്ലാം? INA-യുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാം? എ സുഭാഷ് ചന്ദ്രബോസ്, ക്യാപ്റ്റൻ ലക്ഷ്മി. 53-ാമത്തെ ചോദ്യം. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം ഓർ വിറ്റാമിൻ ഏത്? അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം അല്ലെങ്കിൽ വിറ്റാമിൻ ഏത്? അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. സി ജീവകം ഡി കണ. 54-ാമത്തെ ചോദ്യം. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ നെല്ല്. 55-ാമത്തെ ചോദ്യം. കേരളത്തിലെ കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളിലൊന്നാണ് ഡി പറമ്പിക്കുളം. 56-ാമത്തെ ചോദ്യം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. 1. മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. 2. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. 3. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കകളും കരളും. ഓപ്ഷൻ എ 1, 2, 3 ശരി, 4 തെറ്റ്.
57-ാമത്തെ ചോദ്യം, 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത്? 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത്? സി. കോഴിക്കോട്. 58-ാമത്തെ ചോദ്യം, പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ബി. ഉറുമ്പുപൊടി. 59-ാമത്തെ ചോദ്യം, വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷിരീതിയാണ്. വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷിരീതിയാണ് എ. എയ്റോപോണിക്സ്. 60-ാമത്തെ ചോദ്യം, ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏത്? ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏത്? ബി. പ്രകീർണനം. 61-ാമത്തെ ചോദ്യം, ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് അല്ലെങ്കിൽ ശരിയായവ കണ്ടെത്തുക. ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് അല്ലെങ്കിൽ ശരിയായവ കണ്ടെത്തുക. 1. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ബി. 1 ആൻഡ് 3. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. 62-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാക്കുന്നത് ഏത് സന്ദർഭത്തിലാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാക്കുന്നത് ഏത് സന്ദർഭത്തിലാണ്? എ. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ. 63-ാമത്തെ ചോദ്യം, ഇരുമ്പിൻ്റെ അയിരേത്? ഇരുമ്പിൻ്റെ അയിരേത്? ഡി. ഹേമറ്റൈറ്റ്. 64-ാമത്തെ ചോദ്യം, പാരപ്പെറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ത്? പാരപ്പെറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ത്? സി. ഗതികോർജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജം കുറയുന്നു. 65-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? സി. ഒഡീഷ. 66-ാമത്തെ ചോദ്യം, 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം? 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം ബി. സ്പെയിൻ. 67-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വിസർജനാവയവം അല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ വിസർജനാവയവം അല്ലാത്തത് ഏത്? ബി. ഹൃദയം. 68-ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗമേത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗമേത്? എ. എയ്ഡ്സ്. പുകവലി മൂലം ശ്വാസകോശത്തിലെ മറ്റു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഡി. എംഫിസിമ. 70-ാമത്തെ ചോദ്യം, നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി? നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ബി. എൽസ.
71-ാമത്തെ ചോദ്യം, 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഡി. പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. 72-ാമത്തെ ചോദ്യം, ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘുഘടകം ഏതാണ്? ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘുഘടകം ഏതാണ്? സി. അമിനോ ആസിഡ്. 73-ാമത്തെ ചോദ്യം, കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാകുന്ന അത്ലറ്റ്സ് ഫുട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏത്? കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അത്ലറ്റ്സ് ഫുട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏത്? ബി. ഫംഗസ്. 74-ാമത്തെ ചോദ്യം, പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ്? പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ്? എ. ഇൻസുലിൻ. 75-ാമത്തെ ചോദ്യം, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി. സി. ആരോഗ്യ കിരണം. ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? ഡി. കക്കോടി, കോഴിക്കോട്. 77-ാമത്തെ ചോദ്യം, 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ. ബി. ഡോക്ടർ M.S. സ്വാമിനാഥൻ. 78-ാമത്തെ ചോദ്യം, ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ഡി. പെരികാർഡിയം. 79-ാമത്തെ ചോദ്യം, ക്ഷയരോഗം തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏത്? ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏത്? സി. BCG 80. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല. എ. തിരുവനന്തപുരം.